ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഋതികയുടെ ദീപകിന്റെ വിവാഹം മുടക്കാനായി ഓരോ വഴികൾ തേടി നടക്കുകയാണ് രാജുവും വേണുവും. തുടർന്ന് താൻ കെട്ടിയിട്ട സ്ഥലത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന ദിവ്യ ആ ഗുണ്ടകളുടെ ഫോണിൽ നിന്നും രാജുവിനെ വിളിക്കുകയും താനുള്ള ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാജുവും ചെയിനും കൂടി ദിവ്യയെ രക്ഷിച്ചുകൊണ്ട് പ്രതാപന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം ഒരു പരതയിട്ട് അവര് ദിവ്യയെ ഒളിപ്പിച്ചു നിർത്തുന്നു. അതേസമയം മേക്കപ്പ് എല്ലാം കഴിഞ്ഞ ഋതുവിന്റെ മുഖത്ത് ചുവന്ന ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാവുകയാണ്. ഈ മുഖവും വെച്ചുകൊണ്ട് ഇവൾ എങ്ങനെ മണ്ഡപത്തിലേക്ക് വരുമെന്ന് വർമ്മ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ലെന്നും എങ്ങനെയെങ്കിലും ഇന്നീ വിവാഹം നടന്നിരിക്കണമെന്നും താക്കീതോടെ പറയുകയാണ് അംബിക. അങ്ങനെ മുഖം മറച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് വരാൻ അംബിക അവരോട് പറയുന്നത്. അതേസമയം ഇതറിയുന്ന രാജു ദിവ്യയും കൊണ്ട് ഋതികയുടെ റൂമിലേക്ക് വരികയും ഋതികയുടെ വേഷങ്ങളും ആഭരണങ്ങളും എല്ലാം തന്നെ ദിവ്യ അണിയിച്ച് മുഖം മറച്ചുകൊണ്ട് ദിവ്യയുമായിട്ട് താഴേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ മുഹൂർത്തത്തിന്റെ സമയമാകുന്നു. ഋതികയും താനുമുള്ള വിവാഹം കഴിഞ്ഞാൽ പിന്നെ പ്രതാപ് വർമ്മയുടെ സ്വത്തുക്കളുടെ എല്ലാം അടുത്ത അവകാശി ഞാനായിരിക്കുമെന്നുള്ള അഹങ്കാരത്തോടെ നിൽക്കുകയാണ് ദീപക്. അങ്ങനെ ആ ശുഭമുഹൂർത്തത്തിൽ ദിവ്യയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് ദീപക്. സത്യങ്ങളൊന്നും അറിയാതെ ഇനി പ്രതാപനും ഈ കുടുംബവും തന്റെ കാൽച്ചുവട്ടിലായിരിക്കും എന്നുള്ള സന്തോഷത്തോടെയാണ് അംബിക നിൽക്കുന്നത്. അതേസമയം അംബികയ്ക്കിട്ട് കൊടുക്കാൻ സാധിച്ച എട്ടിന്റെ പണിയിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് രാജുവും ഋതികയും. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.